ഏവർക്കും ആൻബിൻസ് മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന +1 മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് പ്രീവിയസ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ഈ ചാപ്റ്റർ ഭംഗിയായി പഠിച്ചതിന് ശേഷം മാത്രം ഈ എപ്പിസോഡ് കാണുക. കാരണം എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എങ്കിലും പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ത് എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്താണ് ഇൻഡക്ഷൻ? ദ വേർഡ് ഇൻഡക്ഷൻ മീൻസ് ജനറലൈസേഷൻ ഫ്രം പർട്ടിക്കുലർ കേസസ്. ചില പർട്ടിക്കുലർ കേസസിൽ നിന്ന് ഒരു സംഗതി നമ്മൾ ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് എന്താണ്? ഇൻഡക്ഷൻ. സം മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് which involves the natural number n can be proved using the principle of mathematical induction. ചില മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് എന്തുണ്ടായിരിക്കും? n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ, അത് ഇൻവോൾവ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യാം. അപ്പൊ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്, അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് P of n be the given statement. നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യാൻ തരുന്ന സ്റ്റേറ്റ്മെന്റ് അതെന്തെന്ന് അസ്യൂം ചെയ്യുക? P of n. First of all, we have to prove that the result is true for n equal to 1. Then assume that the result is true for n equal to k. Finally, we have to prove the result is true for n equal to k plus 1. Then the result is true for all natural numbers. This is called the principle of mathematical induction. എന്താണ്? വളരെ സിമ്പിൾ ആണ്. ഗിവൺ സ്റ്റേറ്റ്മെന്റ് P of n എന്ന് കൊടുക്കുക. എന്നിട്ട് the statement is true for n equal to 1 എന്ന് പ്രൂവ് ചെയ്യണം. എന്നിട്ട് k എന്ന് പറയുന്ന ഒരു ആർബിട്രറി നമ്പറിന് ഈ റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് അതിന്റെ തൊട്ടടുത്ത നമ്പർ അതായത് n equal to k plus 1 ആ റിസൾട്ട് ട്രൂ എന്ന് പ്രൂവ് ചെയ്താൽ the statement is true for all natural numbers. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഇത് യൂസ് ചെയ്ത് ഒരൊറ്റ പ്രോബ്ലം മാത്രമേ എക്സാമിനേഷൻ ചോദിക്കത്തുള്ളൂ. അത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യനും ആയിരിക്കും. കിട്ടി 4 മാർക്ക്. വെരി സിമ്പിൾ. സോ 2020 മാർച്ച് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഫോർ എവരി പോസിറ്റീവ് ഇന്റിജർ n prove that 7 raised to n minus 3 raised to n is divisible by 4 using principle of mathematical induction. നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യണം. എന്താണ് സ്റ്റേറ്റ്മെന്റ്? 7 raised to n minus 3 raised to n is divisible by 4 where n is a positive integer. എന്ന് പറഞ്ഞാൽ n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. ഇത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യണം. എന്താണ് പ്രൊസീജിയർ? ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് P of n such that given statement അതുപോലെ എഴുതുക. എന്താണ് സ്റ്റേറ്റ്മെന്റ്? 7 raised to n minus 3 raised to n is divisible by 4. ഇതല്ലേ പ്രൂവ് ചെയ്യണത്? അത് P of n എന്ന് എഴുതുക. Then first of all we have to prove that the result is true for n equal to 1. For that when n equal to 1 comma ഈ സ്റ്റേറ്റ്മെന്റിൽ n ന് 1 കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? 7 raised to 1 minus 3 raised to 1 എന്ന് പറഞ്ഞാൽ 7 minus 3 equal to 4 which is divisible by 4. ശരിയല്ലേ? is 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. is divisible by 4. Therefore n ന് 1 കൊടുത്തപ്പോൾ divisible by 4 എന്ന് കിട്ടി. Therefore the result is true for n equal to 1. അതിനൊന്ന് ചുരുക്കി എഴുതാം. Therefore P of 1 is true. ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞു. വളരെ സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട്. അസ്യൂം ദാറ്റ് the result is true for n equal to k. അതും ഒന്ന് ചുരുക്കി എഴുതുന്നു. assume that P of k is true എന്ന് പറഞ്ഞാൽ ഗിവൺ സ്റ്റേറ്റ്മെന്റിൽ n ന് k കൊടുത്താൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. ദാറ്റ് ഈസ് ഈ സ്റ്റേറ്റ്മെന്റിൽ കംപ്ലീറ്റ് ആയിട്ട് n ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? k കൊടുക്കുക. ദാറ്റ് ഈസ് P of k such that 7 raised to k minus 3 raised to k is divisible by 4. ഞാൻ എന്റെ ഒരു കൺവീനിയൻസിന് വേണ്ടി ഇങ്ങനെ എഴുതുന്നു. സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ഒന്നും അല്ല. divisible by 4 എന്ന് വേർഡ്സ് എഴുതുന്നതിന് പകരം ഇങ്ങനെ തൽക്കാലം എഴുതുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് we have to prove that the statement is true for n equal to k plus 1. അതായത് P of k plus 1 is equal to 7 raised to k യുടെ പ്ലേസിൽ എന്താണ്? k plus 1 minus 3 raised to k plus 1 is divisible by 4 എന്ന് എഴുതി കളയരുത്. അതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. equal to നോക്കിക്കോ, ഇതിലൊരു ചെറിയ സിംപ്ലിഫിക്കേഷൻ.
7 റൈസ് ടു കെ പ്ലസ് 1നെ ഇങ്ങനെ എഴുതിക്കൂടെ 7 റൈസ് ടു കെ ഇൻറ്റു 7 എക്സ് റൈസ് ടു എം പ്ലസ് എൻ എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ എന്ന് എഴുതാമല്ലോ. അപ്പൊ 7 റൈസ് ടു കെ പ്ലസ് 1നെ എങ്ങനെ എഴുതാം 7 റൈസ് ടു കെ ഇൻറ്റു 7 റൈസ് ടു 1 ദാറ്റ് ഈസ് 7 മൈനസ് സിമിലർലി 3 റൈസ് ടു കെ പ്ലസ് 1 എങ്ങനെ എഴുതാം 3 റൈസ് ടു കെ ഇൻറ്റു 3 എന്ന് എഴുതാം ഈക്വൽ ടു നെക്സ്റ്റ് ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് അത് ഓർമ്മിക്കുക. ഈ ആദ്യത്തെ ടേം അതുപോലെ എഴുതി 7 റൈസ് ടു കെ ഇൻറ്റു 7 മൈനസ് ഒരു ടേം ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്നു ദെൻ ആഡ് ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് അറിയാമോ ഈ എഴുതിയ സ്റ്റെപ്പിൽ ഈ ടേം ഇൻറ്റു ഈ ടേം ഫസ്റ്റ് ഇൻറ്റു ലാസ്റ്റ് അവയുടെ പ്രോഡക്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും മൈനസ് 7 റൈസ് ടു കെ ഇൻറ്റു എന്താണ് 3. ഈ ടേം ഇവിടെ സബ്ട്രാക്ട് ചെയ്തു ഉടൻ തന്നെ ആഡ് ചെയ്യണം പ്ലസ് 7 റൈസ് ടു കെ ഇൻറ്റു 3. ഇനി ലാസ്റ്റിൽ ഒരു ടേം ഉണ്ടായിരുന്നു ആരാണ് മൈനസ് 3 റൈസ് ടു കെ ഇൻറ്റു 3 അതുപോലെ എഴുതണം. എന്താണ് സ്റ്റെപ്പ് എന്ന് പിടിയിട്ടായിരുന്നോ ഈ സ്റ്റെപ്പിൽ ഈ ആദ്യത്തെ ടേം അതുപോലെ എഴുതി. നെക്സ്റ്റ് ഒരു ടേം സബ്ട്രാക്ട് ചെയ്യണം ദെൻ ആഡ് ചെയ്യണം. അത് ഏത് ടേമാണ് ഈ സ്റ്റെപ്പിലെ ഇത് ഇൻറ്റു ഇത് ഈ ഫസ്റ്റ് നമ്പർ ഇൻറ്റു ഈ ലാസ്റ്റ് നമ്പർ അവയുടെ പ്രോഡക്റ്റ് സബ്ട്രാക്ട് ചെയ്യുക ദെൻ ആഡ് ചെയ്യുക. പിന്നെ ഈ ലാസ്റ്റ് ടേം അതുപോലെ എഴുതി. ആൻസർ ആയി കഴിഞ്ഞു നോക്കിക്കോ ഈക്വൽ ടു ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് ഒരാളെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ആരാണ് 7 റൈസ് ടു കെ രണ്ട് ടേമിലുണ്ട് അവനെ പുറത്തെടുത്താൽ ബാക്കി എന്തുണ്ട് 7 റൈസ് ടു കെ പുറത്തെടുത്തു കഴിഞ്ഞാൽ 7 മൈനസ് 3 പ്ലസ് അല്ലെ ഈ രണ്ട് ടേമിൽ ഞാൻ 7 റൈസ് ടു കെ ഔട്ട്സൈഡ് എടുത്തു പ്ലസ് നെക്സ്റ്റ് ഈ രണ്ട് ടേമിൽ നിന്നും കോമൺ ആയിട്ട് ആരുണ്ട് ഇവിടെയും 3 ഉണ്ട് അവിടെയും ഉണ്ട് 3 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ബാക്കി എന്തുണ്ട് 7 റൈസ് ടു കെ മൈനസ് പിന്നെ എന്താണ് 3 റൈസ് ടു കെ. കാര്യം കഴിഞ്ഞു. 7 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എന്താണ് 4. അപ്പൊ ഈ സ്റ്റെപ്പ് എന്താണ് ആക്ച്വലി 4 ഇൻറ്റു 7 റൈസ് ടു കെ. എന്താണ് ഈ സ്റ്റെപ്പ് എന്താണ് 4 ഇൻറ്റു 7 റൈസ് ടു കെ പ്ലസ് ഇതെന്താണ് 3 ഇൻറ്റു 7 റൈസ് ടു കെ മൈനസ് 3 റൈസ് ടു കെ. നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 7 റൈസ് ടു കെ മൈനസ് 3 റൈസ് ടു കെ ഈസ് ഡിവിസിബിൾ ബൈ 4. അതായത് ഈ ടേം എന്താണ് ഡിവിസിബിൾ ബൈ 4 പ്ലസ് ജസ്റ്റ് ഡിവിസിബിൾ ബൈ 4 എന്ന് എഴുതിയാൽ മതി. ഈക്വൽ ടു ഇതെന്താണ് 4 ഇൻറ്റു അതും ഡിവിസിബിൾ ബൈ 4 ആണ് ഇതും ഡിവിസിബിൾ ബൈ 4 ആണ് സം ഓഫ് 2 ടേംസ് അല്ലേ ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ അവ ആഡ് ചെയ്ത് കിട്ടുന്ന ടേമിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. therefore simply which is divisible by 4 എന്ന് എഴുതാം. അതായത് എന്നിനെ k+1 കൊടുത്തപ്പോൾ the result is എന്ത് കിട്ടി ട്രൂ എന്ന് കിട്ടി. അതായത് ചുരുക്കി ഇങ്ങനെ എഴുതാം therefore p of k+1 is എന്താണ് ട്രൂ എന്ന് എഴുതുക. therefore എന്താണ് p of k+1 is true. അപ്പൊ നമ്മൾ എന്താ പ്രൂവ് ചെയ്തേ ആദ്യം n equal to 1 ന് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. n equal to k ആകുമ്പോൾ റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. എന്നിട്ട് അത് യൂസ് ചെയ്ത് n equal to k+1 ആകുമ്പോൾ റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. hence ലാസ്റ്റിൽ ഒരു സെന്റൻസ് എഴുതണം എന്താണ് by the principle of mathematical induction the result is true for all natural numbers. എന്താണ് കൺക്ലൂഷൻ നിർബന്ധമായിട്ട് എഴുതുക. ഫൈനലി എന്ത് എഴുതുക p of k+1 is true. hence by the principle of mathematical induction the statement is അല്ലെങ്കിൽ the result is true for all natural numbers. ഈ പ്രൊസീജിയർ ആണ് നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന എല്ലാ പ്രോബ്ലത്തിലും ഒന്ന് പഠിച്ചാൽ മതി ബാക്കിയെല്ലാം പുഷ്പം പോലെ എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടാണ് അവർ ചോദിച്ചത്. അവർ പ്രൊസീജിയർ കംപ്ലീറ്റ് പറഞ്ഞു. നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് ആ സിംപ്ലിഫിക്കേഷൻ മാത്രം ചെയ്താൽ മതിയായിരുന്നു. നോക്കിക്കോളൂ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിച്ചത്. കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ് p of n such that a plus ar plus ar square plus ar cube plus etc plus a r raised to n minus 1 equal to a into r raised to n minus 1 by r minus 1 where n is a natural number. Write p of 1 അതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് റൈറ്റ് p of k where k is a natural number. തേർഡ് പാർട്ട് by assuming p of k is true show that the result is true for n equal to k+1. അല്ലേ ആ മാത്തമെറ്റിക്കൽ ഇൻഡക്ഷന്റെ പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവിടെ തന്നിട്ടുണ്ട്. 1 by 1 ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. ഈ ഫോർമുല നിങ്ങൾക്ക് വളരെ പരിചയമുള്ളതാണ്. സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്റർ പഠിച്ചു. അവിടെ ജോമെട്രിക് പ്രോഗ്രഷൻ പഠിച്ചു. ജോമെട്രിക് പ്രോഗ്രഷന്റെ സം ടു n ടേംസ് കാണുന്ന ഫോർമുലയാണ് ഈ ഇരിക്കുന്നത്. അത് ഇൻഡക്ഷൻ യൂസ് ചെയ്ത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ നോക്കിക്കോളൂ. ആദ്യം എന്താണ് ഗിവൺ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് p of 1. ഞാൻ ഒരിക്കൽ എഴുതണോ വേണ്ട അറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് p of 1. ഈ സ്റ്റേറ്റ്മെന്റിൽ n ന് എന്ത് കൊടുക്കുക 1 കൊടുക്കുക. എന്ത് കിട്ടും p of 1 such that
എന്നിന് 1 കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എഴുതുക, രണ്ടും ഒന്ന് തന്നെയാണ്. സോ എ ഈക്വൽ ടു ഫസ്റ്റ് ടേം, എന്നിന് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടും, ഫസ്റ്റ് ടേം എഴുതി ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് കൂടെ എഴുതണം കേട്ടോ. എന്നിന് 1 കൊടുത്ത് എന്താണ് എന്നിന് 1 കൊടുക്കുമ്പോൾ കിട്ടുന്നത്? എ ഇൻറ്റു പറഞ്ഞോ ആർ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്നിന് 1 ആണ്. സോ ആർ മൈനസ് 1 ബൈ എന്ത് കിട്ടും? ആർ മൈനസ് 1. ശരിയല്ലേ? ഇവിടെ എന്നിന് 1 കൊടുത്താൽ ന്യൂമറേറ്ററിൽ എ ഇൻറ്റു ആർ മൈനസ് 1 ബൈ ഡിനോമിനേറ്ററിൽ ആർ മൈനസ് 1. ആർ മൈനസ് 1 ക്യാൻസൽ ചെയ്ത് പോയി എന്ത് കിട്ടി? എ ഈക്വൽ ടു എ. അതായത് പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? എ ഈക്വൽ ടു എ. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു 1 എന്ന് പറയാം വേണമെങ്കിൽ. അതിവിടെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് എഴുതുന്നുമില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. സെക്കൻഡ് പാർട്ട് എന്താണ്? റൈറ്റ് പി ഓഫ് കെ. എന്തെളുപ്പം ഈ സ്റ്റേറ്റ്മെന്റിൽ എന്നിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? കെ കൊടുത്ത് എഴുതുക. പി ഓഫ് കെ സച്ച് ദാറ്റ് എന്താണ്? എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് എ ആർ റൈസ് ടു എന്നിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? കെ. സോ കെ മൈനസ് 1 ഈക്വൽ ടു ത്രൂ ഔട്ട് എന്നിന്റെ പ്ലേസിൽ കെ, എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് 1 ബൈ എന്താണ്? ആർ മൈനസ് 1. കഴിഞ്ഞില്ലേ? ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട്. തേർഡ് പാർട്ട് എന്താണ്? തേർഡ് പാർട്ട് അസ്യൂമിങ് പി ഓഫ് കെ ഈസ് ട്രൂ. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ഓക്കെ ആണ്, അത് കറക്റ്റ് ആണ് എങ്കിൽ വി ഹാവ് ടു പ്രൂവ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു k പ്ലസ് 1. അതിനുവേണ്ടി പി ഓഫ് k പ്ലസ് 1 എഴുതണം. നോക്കിക്കോ, ഇത് പി ഓഫ് കെ ആണ് അല്ലേ? ആ kth ടേം വരെയുള്ള ആദ്യം എഴുതാം. എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് എ ആർ റൈസ് ടു കെ മൈനസ് 1. ഈ എഴുതിയത് എന്താണ്? kth ടേം വരെ ഉള്ളത്. വി ഹാവ് ടു റൈറ്റ് k പ്ലസ് 1 ടേം അല്ലേ? സോ പ്ലസ് ഇട്ടതിന് ശേഷം ഈ ലാസ്റ്റ് ടേമിൽ k യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? k പ്ലസ് 1. സോ എ ഇൻറ്റു ആർ റൈസ് ടു എന്ത് കിട്ടും? k യുടെ സ്ഥാനത്ത് k പ്ലസ് 1 മൈനസ് 1. എന്താണ്? k എന്ന് പറയുന്ന സ്ഥാനത്ത് എന്ത് കൊടുക്കണം? k പ്ലസ് 1. പിന്നെ എന്തുണ്ട്? മൈനസ് 1. എന്ത് കിട്ടി? k എന്ന് കിട്ടി. ഇത് പി ഓഫ് കെയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ്. ഇത് മുതൽ ഇതുവരെയുള്ള ടേം. നെക്സ്റ്റ് വി ഹാവ് ടു റൈറ്റ് പി ഓഫ് k പ്ലസ് 1. അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തുവരും? ഇത് തൊട്ട് ഇതുവരെയുള്ള എഴുതുക. പ്ലസ് നെക്സ്റ്റ് എന്താണ്? ഈ ലാസ്റ്റ് ടേമിൽ k യുടെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? k പ്ലസ് 1 കൊടുത്താൽ kth ടേം എന്താണ്? k പ്ലസ് 1 ടേം കിട്ടും. പ്രീട്ടേർന്നോ? ഇനി വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ഇത് മുതൽ ഇതുവരെയുള്ള ടേമിന്റെ സം നിങ്ങൾക്കറിയാം. എന്താണ്? തൊട്ട് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താണ്? എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് 1 ബൈ എന്താണ്? ആർ മൈനസ് 1 പ്ലസ് ഈ ലാസ്റ്റ് ടേം അതുപോലെ എഴുതുക. എ ഇൻറ്റു ആർ റൈസ് ടു കെ. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ റിസൾട്ടിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ k യുടെ സ്ഥാനത്ത് എന്താണ്? k പ്ലസ് 1 കിട്ടണം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിൽ k യുടെ സ്ഥാനത്ത് എന്ത് കിട്ടണം? k പ്ലസ് 1. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അത് മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് ബൈ 1 എന്ന് കൊടുക്കുക. ജസ്റ്റ് 1 into this term is equal to എന്ത് കിട്ടും? 1 into this term അത് തന്നെ ആ a ഔട്ട് എക്സ്പാൻഡ് ചെയ്തൂടെ എഴുതുന്നു. a into r raised to k. നെക്സ്റ്റ് എന്താണ്? മൈനസ് a പ്ലസ് ഇത് ഇൻറ്റു ഇത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പൊ ആദ്യത്തെ ടേം എന്ത് വരും? a into r raised to k into r. That is a into r raised to k യും ഈ r കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ r raised to എന്ത് കിട്ടും? k plus 1. അടുത്ത മൈനസ് 1 into this term. That is a into r raised to k. കഴിഞ്ഞു. ഹോൾ ഡിവൈഡഡ് ബൈ താഴെ ഇത് ഇൻറ്റു ഇത്. That is r minus 1. എനിക്ക് ഇവിടെ പറയാം 1 into this term. ഈ a ഔട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a r raised to k മൈനസ് a എന്ന് കിട്ടി. പ്ലസ് ഇത് ഇൻറ്റു ഇത്. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഈ ടേം ഇൻറ്റു ആർ അതാണ് a ഇൻറ്റു ആർ റൈസ് ടു കെ പ്ലസ് 1. നെക്സ്റ്റ് മൈനസ് 1 ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ടേം കിട്ടും. ഫസ്റ്റും ലാസ്റ്റും ക്യാൻസൽ ചെയ്തു. സീക്വൽ ടു ആൻസറിലേക്ക് എത്തി. ഇത് മൈനസ് ഇതാണ്. രണ്ടിൽ നിന്നും എന്ത് കോമൺ ആയിട്ട് എടുക്കാം? ഒരു a കോമൺ ആയിട്ട് പുറത്തെടുത്തു. a കോമൺ ആയിട്ട് പുറത്തെടുത്തെടുത്ത് ഇത് ആദ്യം എഴുതുന്നു. ആർ റൈസ് ടു കെ പ്ലസ് 1 ആദ്യം എഴുതി. ഈ ടേം ആദ്യം എഴുതി. മൈനസ് a അല്ലെങ്കിൽ a പുറത്തെടുത്താൽ പിന്നെ എന്തുണ്ട്? മൈനസ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താണ്? ആർ മൈനസ് 1. പി ഓഫ് k പ്ലസ് 1 ഈക്വൽ ടു എന്താണ് കിട്ടിയത്? നോക്കിക്കോ, ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ k യുടെ സ്ഥാനത്ത് k പ്ലസ് 1 കൊടുത്ത സാധനമല്ലേ ഇത്? a ഇൻറ്റു ആർ റൈസ് ടു k പ്ലസ് 1 മൈനസ് 1 ബൈ ആർ മൈനസ് 1. Therefore നമുക്ക് എന്ത് എഴുതാം? p ഓഫ് k പ്ലസ് 1 ഈസ് ട്രൂ. Therefore p ഓഫ് k പ്ലസ് 1 ഈസ് ട്രൂ. എന്നിട്ട് അവസാനം എന്ത് എഴുതാം? Hence by the principle of mathematical induction the result is true for all natural numbers. നമ്പേഴ്സിന് പകരം എയും ആറും ഒക്കെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ഒന്ന് എഴുതി പഠിക്കുക. നെക്സ്റ്റ് 2019 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. യൂസിംഗ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് n into n plus 1 into n plus 5 is a multiple of 3.
ഫോർ ഓൾ n എലമെന്റ് ഓഫ് ക്യാപിറ്റൽ N. PMI എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. യൂസ് ചെയ്ത് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. വേർ n എന്ന് പറയുന്നത് എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ ആണ്. എന്താണ് പ്രൊസീജിയർ? ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് P of n such that given statement അതുപോലെ എഴുതുക. n into n plus 1 into n plus 5 is a multiple of 3. എന്താണ് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്? The result is true for n equal to 1. For that when n equal to 1, കോമ ഇതിൽ n ന് 1 കൊടുക്കും. എന്ത് കിട്ടും? 1 into അടുത്ത് 1 plus 1 എന്താണ്? 2 into 1 plus 5 എന്താണ്? 6 is equal to 2 into 6 എന്താണ്? 12. Clearly which is a multiple of 3 is a multiple of 3 അല്ലേ? ആണ്. അപ്പോൾ n ന് 1 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? multiple of 3 എന്ന് കിട്ടി. Therefore the statement is true for n equal to 1. അത് സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം? Hence P of 1 is true എന്ന് എഴുതാം. ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. നെക്സ്റ്റ് എന്താണ്? assume that P of k is true എന്ന് എഴുതുക. അതല്ലേ പ്രൊസീജിയർ? ദാറ്റ് ഈസ് ഈ സ്റ്റേറ്റ്മെന്റിൽ എന്നിന്റെ പ്ലേസിൽ എന്ന് കൊടുക്കുക? k കൊടുക്കുക. ദാറ്റ് ഈസ് P of k such that k into k plus 1 into k plus 5 is a multiple of 3. അതിനെ ഞാൻ ചുരുക്കി ഇതാ ഇങ്ങനെ എഴുതുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ. is a multiple of 3. എക്സാമിനേഷൻ നിങ്ങൾ വേർഡ്സിൽ തന്നെ എഴുതുക. ഓക്കെ. equal to ഇതിപ്പോ അസ്യൂം ചെയ്തു. നെക്സ്റ്റ് എന്താണ്? P of k equal to true ആണെന്ന് അസ്യൂം ചെയ്തു കഴിഞ്ഞാൽ അടുത്തെന്താണ് സ്റ്റെപ്പ്? the result is true for n equal to k plus 1 എന്ന് പ്രൂവ് ചെയ്യണം. for that P of k plus 1 such that ഇതിൽ k യുടെ സ്ഥാനത്ത് എന്ത് കൊടുത്ത് എഴുതുക? k plus 1. എന്ത് കിട്ടും? ആദ്യം k plus 1. നെക്സ്റ്റ് k യുടെ പ്ലേസിൽ k plus 1. k plus 1 plus 1 that is k plus 2. നെക്സ്റ്റ് k യുടെ പ്ലേസിൽ k plus 1. k plus 1 plus 5 that is k plus 6. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ which is a multiple of 3 എന്ന് പ്രൂവ് ചെയ്യണം. which is multiple of 3 എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ചെറിയ ഒരു സിംപ്ലിഫിക്കേഷൻ. ഈ ഫസ്റ്റ് k plus 1 അതുപോലെ വെക്കുന്നു. കാരണം ഇത് നമുക്ക് ഇവിടെ ഉണ്ട്. P of k ആ ടേം ഉള്ളത് കൊണ്ട് അവനിൽ ഒരു കളിയും നടത്തുന്നില്ല. അടുത്ത ഈ രണ്ട് ടേമും P of k ഉണ്ടോ? ഇല്ല. അപ്പൊ അവനെ ഞാൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു. ഇത് ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സാധാരണ മൾട്ടിപ്ലിക്കേഷൻ. k into k, k സ്ക്വയർ പ്ലസ് അടുത്തെന്താണ്? 6k പ്ലസ് അടുത്തെന്താണ്? 2k. അറിയാലോ അല്ലേ? പ്ലസ് 2k പ്ലസ് 2 into 6 എന്താണ്? 12. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോ പ്രോബ്ലം. ഈക്വൽ ടു k plus 1 into അടുത്താണ് കളി. ഫസ്റ്റ് ടേം k സ്ക്വയർ എഴുതി പ്ലസ് 6k plus 2k 8k ആണെന്ന് അറിയാം. അങ്ങനെ എഴുതിയാൽ നമുക്ക് കിട്ടേണ്ട സംഗതി കിട്ടൂല. 8k ഞാൻ ഇൻ ടേംസ് ഓഫ് 5 കൺവെർട്ട് ചെയ്യണം. അപ്പോൾ 8k കാരണം ഇവിടെ k plus 5 എന്നൊരു ടേം ഉണ്ട്. അത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ കളി നടത്തുന്നത് കേട്ടോ. ഓർമ്മിക്കുക. ഈ 8k ഞാൻ എങ്ങനെ എഴുതുന്നു? 5k plus 3k. പ്രശ്നമുണ്ടോ? 8k എങ്ങനെ എഴുതി? 5k plus 3k. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്? ഇവിടെ ഒരു 5 ഇരിക്കുന്നു. അതിൽ ആ ടേമിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഓക്കെ. പ്ലസ് ലാസ്റ്റ് ടേം എന്താണ്? ആ 12 അതുപോലെ എഴുതുക. ഞാൻ എന്താ ചെയ്ത സ്റ്റെപ്പ്? k സ്ക്വയർ അതുപോലെ എഴുതി. ഈ 8k ഞാൻ എന്ത് എഴുതി? 5k plus 3k. പിന്നെ ലാസ്റ്റ് ടേം പ്ലസ് 12 അതുപോലെ. നെക്സ്റ്റ് ഒരു ഗ്രൂപ്പിംഗ് ഈക്വൽ ടു k plus 1 into ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് k കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കുക. പിന്നെ എന്ത് കിട്ടും? k കോമൺ ആയിട്ട് എടുത്താൽ k plus 5 പ്ലസ് ലാസ്റ്റ് 2 ടേമിൽ നിന്ന് 3 കോമൺ ആയിട്ട് എടുക്കുക. 3 കോമൺ ആയിട്ട് എടുത്താൽ എന്ത് കിട്ടും? k പ്ലസ് ഇവിടെ 3 പോയി കഴിഞ്ഞാൽ ബാക്കി എന്താണ്? 4. നെക്സ്റ്റ് ഈ k plus 1 കൊണ്ട് ഈ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ത് കിട്ടും? ഇത് ഇൻറ്റു ദിസ് ടേം ഒന്ന് ഓർഡറിൽ എഴുതുന്നു. k into k plus 1 into k plus 5 ഈക്വൽ ടു k into k plus 1 into k plus 5 പ്ലസ് ഇത് അകത്തോട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും. അതേപോലെ ഈ ടേം കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? പ്ലസ് 3 into k plus 1 into k plus 4 k plus 1 into k plus 4 ഈക്വൽ ടു ആദ്യത്തെ ടേം എന്താണ്? k into k plus 1 into k plus 5 ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. k into k plus 1 into k plus 5 is a multiple of 3 പ്ലസ് നെക്സ്റ്റ് എന്താണ്? 3 into എന്നാൽ ക്ലിയർലി which is multiple of 3 that is equal to simply എന്ത് എഴുതാം? രണ്ട് മൾട്ടിപ്പിൾ ഓഫ് 3 യുടെ ടേംസ് ആഡ് ചെയ്താലും എന്ത് തന്നെയാണ്? മൾട്ടിപ്പിൾ ഓഫ് 3. അതായത് P of k plus 1 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് the result is true for n equal to k plus 1. അതിനെ ചുരുക്കി ഇങ്ങനെ എഴുതാം. therefore P of k plus 1 is എന്താണ്? true എന്ന് എഴുതാം. hence by the principle of mathematical induction
ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. നിർബന്ധമായിട്ടും എഴുതണം. ഓക്കെ, 2018 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷനും 2018 മാർച്ചിലെ എക്സാമിനേഷനും ഒരേ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. എഴുതിക്കോളൂ. പ്രൂവ് ബൈ യൂസിംഗ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ P of n such that 1 plus 3 plus 3 square plus etc plus 3 raised to n minus 1 equal to 3 raised to n minus 1 by 2 for all n element of n എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഈ റിസൾട്ട് എന്താണ്? സ്മോൾ ലെറ്റർ n എലമെന്റ് ഓഫ് n ആണ്, അതായത് നാച്ചുറൽ നമ്പറിനാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇൻഡക്ഷൻ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യണം. ഫോർ ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് P of n such that given statement അതുപോലെ എഴുതുക. നെക്സ്റ്റ് P of 1 നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? The result is true for n equal to 1. അതിനു വേണ്ടി n ന് 1 ത്രൂ ഔട്ടായിട്ട് കൊടുക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് n ന് 1 കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേം 1 ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ n ന് 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 3 raised to 1 3 minus 1 by 2 equal to 3 minus 1 2 2 by 2 എന്ത് കിട്ടി? 1 1 equal to 1. Left hand side equal to right hand side. Therefore, P of 1 is true. നിങ്ങൾക്കറിയാം കഥകളെല്ലാം. Next, assume that P of k is true എന്ന് എഴുതുക. That is, നമ്മൾ തൊട്ടുമേളിൽ P of n എന്ന് എഴുതിയ സ്റ്റേറ്റ്മെന്റിൽ ത്രൂ ഔട്ട് ആയിട്ട് n ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? k കൊടുക്കണം. അതായത് P of k such that 1 plus 3 plus 3 square plus etc plus 3 raised to k minus 1. n ന്റെ പ്ലേസിൽ k അത്രേ ഉള്ളൂ. ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് അതുപോലെ 3 raised to k minus 1 by 2. Next we have to prove the statement is true for n equal to k plus 1. അതിനു വേണ്ടി P of k plus 1 എഴുതുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1 plus 3 plus P of k എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെ. അപ്പൊ P of k plus എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെ എഴുതിയതിനു ശേഷം ഒരു ടേം കൂടെ എഴുതുക. k plus എന്ത് ടേം കൂടെ എഴുതുക. അതാണ് എഴുതാൻ പോകുന്നത്. 3 square plus etc plus ഈ ടേം 3 raised to k minus 1 plus നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ k plus എന്ത് ടേം. അത് എഴുതുന്നതിന് വേണ്ടി ഈ ടേമിൽ k യുടെ പ്ലേസിൽ k plus എന്ന് കൊടുക്കുക. എന്ത് കിട്ടും? k യുടെ പ്ലേസിൽ k plus 1 1 മൈനസ് 1 പോയാൽ പിന്നെ 3 raised to k എന്ന് കിട്ടും. ഈക്വൽ ടു ഇത് മുതൽ ഇതുവരെയുള്ള ടേമിന്റെ സം തൊട്ടുമേളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? 3 raised to k minus 1 by 2. ശരിയല്ലേ? ഇത് മുതൽ ഇതുവരെയുള്ള ടേമിന്റെ സം എന്താണ്? ഇത് പ്ലസ് ഇവിടെ ഇനി ഒരാളൂടെ ഉണ്ട് 3 raised to k equal to small simplification. ഇവിടെ by 1 കൊടുക്കുക. 1 into this term that is അതുപോലെ 3 raised to k minus 1 plus 2 into 3 raised to k whole divided by 2 into 1 2 equal to വീണ്ടും ഇത് 2 times 3 raised to k. ഇതെന്താണ്? 1 times 3 raised to k. രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ 3 times 3 raised to k 3 into 3 raised to k എന്ന് കിട്ടും. ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 times 3 raised to k, അതായത് 2x plus x that is 3x. x ന്റെ പ്ലേസിൽ 3 raised to k. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. ഇനി ഇവിടെ ഒരാളുടെ ഉണ്ട്, ആരാണ്? -1 by എന്താണ്? 2. വീണ്ടും നിങ്ങൾക്കറിയാം 3 raised to k into 3 raised to 1 എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ എഴുതാം? 3 raised to k plus 1 അല്ലേ? ഇത് ഇൻറ്റു ഇതെന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്ത് 3 raised to k plus 1 എന്ന് എഴുതാം. -1 by 2. ഇതല്ലേ നമുക്ക് വേണ്ടത്? നമുക്ക് എന്താണ് വേണ്ടത്? P of k ഇതില് n ന്റെ സ്ഥാനത്ത് എന്താണ്? k plus 1. അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി, n ന്റെ സ്ഥാനത്ത് k plus 1 കൊടുക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? 3 raised to k plus 1 -1 by 2. അതല്ലേ ഇവിടെ കിട്ടിയത്? അതാണ് കിട്ടിയത്. Therefore എന്തെഴുതണം? P of k plus 1 is എന്താണ്? True. Hence, by the principle of mathematical induction, the statement is true for all natural numbers. അത് മറക്കരുത്. ലാസ്റ്റ് 5 ഹയർ സെക്കൻഡറി എക്സാമിനേഷൻസിന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ എക്സാമിനേഷൻ ചോദിക്കത്തുള്ളൂ. അത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യനുമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ ഈ പരിചയപ്പെട്ട ടൈപ്പ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. അത് തന്നെയായിരിക്കും എക്സാമിനേഷൻ ചോദിക്കുന്നത്. ഒപ്പം ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലംസ് കോർത്തിണക്കിക്കൊണ്ട് 2 എപ്പിസോഡായി പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഇംപ്രൂവ്മെന്റ് സ്പെഷ്യൽ ക്ലാസ് എന്ന പേരിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ആ എപ്പിസോഡ് കണ്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും 4 മാർക്ക്, യാതൊരു സംശയമില്ല. എല്ലാവിധ ആശംസകളും നേരുന്നു. നെക്സ്റ്റ് ഡേ ചാപ്റ്ററുമായി വീണ്ടും കാണാം.